ഹലോ, രാവിലെ നൂറാൻകിഴങ്ങ് ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലേ. അപ്പോൾ അതൊന്ന് നോക്കാനായിട്ട് കയറി വന്നതാണേ. നൂറാൻകിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഒരുപാട് അടിയിലുള്ളൊരു നിധിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പറിച്ചെടുക്കാനായിട്ടൊന്നും പറ്റുന്ന ഒരു സാധനമല്ല. അത് പറിക്കാൻ അറിയുന്നവരുണ്ട് കേട്ടോ ചിലവരൊക്കെ. അവരൊക്കെ നന്നായിട്ട് വേഗം പറിച്ചെടുക്കും. സാധാരണ നമുക്ക് പെട്ടെന്നൊന്നും പോയാൽ പറിച്ചെടുക്കാനായിട്ട് ഈ നൂറാൻകിഴങ്ങ് പറ്റത്തില്ല. അത് എല്ലായിടത്തും കാണത്തുമില്ല. ഇപ്പോഴൊക്കെ നല്ല കാടുകളിലൊക്കെയാണ് സാധാരണ നൂറാൻകിഴങ്ങ് കാണുക. നമ്മുടെ ഈ പറമ്പ് കുറേ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതായതുകൊണ്ട് ഇതിലൊരു നൂറാൻകിഴങ്ങുണ്ട്. അതിൻ്റെ വള്ളി ഉണങ്ങി വരുന്ന സമയമാകുമ്പോൾ അത് പാകത്തിനാവും. വലിയൊരു കിഴങ്ങുണ്ട്, അത് നോക്കാൻ വേണ്ടതാണ്. പക്ഷേ ചുറ്റും ഭയങ്കര കാടാണ്. അവിടെയൊന്നും കാട് തെളിച്ചിട്ടില്ല. പിന്നെ നല്ല അടിയിലായിരിക്കും. നമ്മളിപ്പോൾ പറിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ വിടാൻ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ അവിടെ എങ്ങനെ പറിക്കാൻ പറ്റുമെന്ന്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനവുണ്ടാകുന്നു, പക്ഷേ ഒരു നനവുമില്ല. ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുക. അപ്പോൾ പറിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടൊന്ന് നോക്കാവേ. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുത്ത് പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് വേലി ഇട്ടു ഉണ്ട്, ഫുൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങണം. മണ്ണ് അന്ന് ഹിറ്റാച്ചി കൊണ്ട് കയറ്റി കളിച്ചിട്ട് വലിയ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കട്ടയിൽ നമുക്ക് കൊണ്ടുപോയി ഒന്നും നടാൻ പറ്റത്തില്ല. അപ്പോൾ പണിക്കാരുണ്ടായിരുന്നു പറമ്പിൽ. ഇത് ഫുള്ള് തട്ടിക്കൊട്ടി വൃത്തിയാക്കി നല്ല ചിരണ്ടി ചെറിയ ഇതാക്കിയിട്ടുണ്ട്. ഒരു ഭാഗം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം കൂടെ ചെയ്യാനും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കപ്പയൊക്കെ ഇടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ചെയ്യേണ്ട. ഒന്ന് മണ്ണ് ഇളകിയതാണ്. ഞാൻ കപ്പയ്ക്ക് കൂട്ടി കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് അവിടെ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇനി നമുക്ക് ചോളവും ബാക്കി പച്ചക്കറിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇഞ്ചിയൊക്കെ നടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കാടൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. എന്നാലും കുറേ പിന്നെയും ഈ തൊട്ടാവാടി, പിന്നെ ഈ മുള്ളുള്ള ചെടികൾ ഇവിടെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നതല്ലേ. അതിൻ്റെ വേരും ഇതൊക്കെ വീണ്ടും അടിയിലുണ്ട്. അതൊക്കെ ഇടയ്ക്ക് മുളച്ച് വരും. അപ്പോൾ നമുക്ക് ഇനി വൃത്തിയാക്കുന്ന സമയത്ത്, നടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കളയുകയും വേണം. വെള്ള സൗകര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം കേട്ടോ. ഒന്നേന്ന് പറഞ്ഞിട്ട് താഴെയാണ് വെള്ളമുള്ള നമ്മുടെ കുളത്തിൽ. അവിടെ നിന്ന് ഇനി അതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ ഇട്ട് മോട്ടറൊക്കെ വെച്ച് വെള്ളം ഇങ്ങോട്ട് എത്തിക്കണം. വെള്ളം ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ചെറിയൊരു ടാങ്ക് പോലെ എന്തെങ്കിലും മുകളിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നനയ്ക്കാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോ പണിയായിട്ട് അത്യാവശ്യം നല്ല പൈസയും വരുന്നുണ്ട്. ഇപ്പം മോട്ടറിൻ്റെ അതിന് തന്നെ അത്യാവശ്യം നല്ലൊരു പൈസ വരും നമുക്കിവിടെ വെള്ളം എത്തിക്കാൻ തന്നെ. പക്ഷെ നമുക്ക് കൃഷി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും നട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല. വെയിലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പാട്ടോ. 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്. ഓരോ പ്രാവശ്യം കുഞ്ഞുങ്ങളെയും കൊണ്ട് ജലദോഷമായിട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും റൂമിൽ ഹ്യൂമിഡിഫയർ വെക്ക്, റൂം ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇപ്പം എപ്പോഴും റൂമിലാണെങ്കിലും ആ ഒരു തണുപ്പുണ്ടാകും, ജനലിൽ കൂടെയൊക്കെ തണുപ്പ് വരുവേ. അപ്പോൾ എന്തെങ്കിലും തണുപ്പ് മാറാനുള്ളത് വെക്കുന്നൊക്കെ എപ്പോഴും പറയും. പക്ഷേ തണുപ്പ് തുടങ്ങുമ്പോൾ ജലദോഷം നോർമലായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വരും. പക്ഷേ തണുപ്പുള്ള സ്ഥലത്തുള്ള കുട്ടികളുടെയാണ് ജലദോഷം പെട്ടെന്ന് മാറത്തില്ല. തണുവിന് കുഴപ്പമില്ല, ഋഷിക്കുട്ടനാണ് മാറാത്തത്. ഇപ്രാവശ്യം ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമേ വെയിൽ അടിച്ചിട്ടുള്ളൂ. അതിന് മുന്നേ മഴയായിരുന്നു. മഴയുടെ എന്ന് പറയുമ്പോൾ ആ തണുപ്പ് ഒരു വേറെ തണുപ്പാണ്. അത് ഇത്ര ഇങ്ങനെ കുത്തുന്ന പോലത്തെ ഒരു തണുപ്പായിരിക്കില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മുടെ വെള്ളമൊന്നും പോയി തൊടാൻ പറ്റത്തില്ല, അങ്ങനെ തണുപ്പ് 2 ദിവസം ആയപ്പോഴത്തേക്ക്. ഇന്നും കൂടെ നല്ല വെയിലാണ്. ഇന്ന് രാത്രി ആകുമ്പോൾ രക്ഷയില്ലാണ്ടാവില്ല തണുപ്പ്. അപ്പം കുഞ്ഞിനെയൊക്കെ രാവിലെ ഒന്ന് കുളിപ്പിക്കാനൊക്കെയാണ്, നല്ല ചൂടുവെള്ളത്തിലൊക്കെ അപ്പോൾ കുളിപ്പിക്കുന്നത്. ചെറിയതാണെങ്കിലും ശരീരം തണുത്തിട്ടേ മേല് കഴുകുള്ളൂ, തല നനയ്ക്കുന്നില്ല. തലയൊക്കെ തണുത്തിരുന്നാലും എന്തെങ്കിലും വയ്യായിക വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനി താഴോട്ട് പോവുക, എന്തെങ്കിലും കഴിക്കാൻ വെക്കാം. ചാമയുണ്ട്, ചാമ വെച്ച് കഞ്ഞി വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചാമക്കഞ്ഞി നോക്കട്ടെ പോയിട്ട്. ഇവിടെ വെയിലിടാനും നല്ല ബുദ്ധിമുട്ടായിരുന്നേ. പല സ്ഥലത്തും ഇങ്ങനെ കുത്തനെ ചെരിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ടേ അതിനും പണിക്കാറുണ്ടായിരുന്നു, കിളയ്ക്കാൻ പണിക്കാറുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് സ്ഥിരം വീട്ടിൽ പണിക്കാരായിരുന്നു. നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ ഈ വേലിയുടെയും അടിഭാഗം മണ്ണിൽ ചേർന്ന് വരില്ല. ഇങ്ങനെ ചെരുവാകുമ്പോൾ പടി കൂടെ പന്നിയൊക്കെ കയറി വരും. അങ്ങനെ പന്നി കയറി വന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കപ്പയും കുറേ നീലക്കാച്ചിലൊക്കെ ഉണ്ടായിരുന്ന മൊത്തം പന്നി തിന്നിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയും എന്തെങ്കിലും ചെയ്ത് അടയ്ക്കണം. അതിൽ പന്നി അവിടെ കുത്തി മാന്തി വലിയൊരു ഓട്ടയാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ കയറി വരും. മുള്ളം പന്നി കയറി വരും. പന്നി അങ്ങനത്തെ ഈ മാന്തുന്ന സൈസ് ജീവികളുണ്ടാവുമല്ലോ, മണ്ണ് മാറ്റാൻ പറ്റുന്ന അങ്ങനത്തെയൊക്കെ കയറി വരും. ഇതിൻ്റെ ഉള്ളിൽ ഈ മരത്തിൽ ഇവിടെ ആട്ടോ ആ കിഴങ്ങുള്ളത്. പക്ഷെ നിറയെ മുള്ളുകൊണ്ട് നല്ല കാടുവാണ്. ഒന്ന് തൂമ്പ് വെച്ചൊന്ന് കൊത്തി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഈ തറഞ്ഞു കിടക്കുക കേട്ടോ, ഉള്ളിലായിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറിക്കാൻ നിന്നാൽ കാട് വെട്ടിത്തെളിച്ച് അത് കുഴിയെടുത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സമയം പോകും.
നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നല്ല കാട് കയറി. ഇത് ഇത്ര നമ്മൾ കുറച്ച് ഭാഗം കൃഷി ചെയ്യാനുള്ള ഒരു കുറച്ച് ഭാഗം മാത്രമേ നമ്മളിപ്പോൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണേ. ഇത് ഇനി വൃത്തിയാക്കണം. മൊത്തത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വരും. അപ്പോൾ നമ്മളിപ്പോൾ അത് പകുതി നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി പോട്ടെ, താഴ്ത്തു പോട്ടെ. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ, ഇപ്പോൾ തിളച്ചിട്ടുണ്ട് വെള്ളം. ഇനിയിപ്പോൾ ചാമയൊന്ന് കഴുകിയിടണം. ചാമേരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചു കേട്ടോ വെള്ളം. കഴുകട്ടെ ഇനി. ചാമരി കണ്ടോ, നമ്മളോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ ചാമരി എന്താണെന്നുള്ളത്. ഇത് ഈ റാഗിയൊക്കെ പോലെ തന്നെ ഒരു മില്ലറ്റാണ്. ചെറിയ അരികളായിരിക്കും കേട്ടോ. റാഗീനെക്കാട്ടിയും വലിപ്പം കുറവായാലേ ഉള്ളൂ. ഇത് കുത്തി കിട്ടാനൊക്കെ നമുക്ക് ഇച്ചിരി താമസം വരാറുണ്ട് കേട്ടോ. ചാമ ഒന്ന് കഴുകിയെടുക്കുവാണേ. സാധാരണ മില്ലുകളിലൊന്നും ഇതങ്ങനെ കുത്തിയെടുക്കില്ല. എന്ന് വെച്ചാൽ അത്രയും ചെറിയതായിട്ടാണ് അരികളായിട്ട്. സാധാരണ നമുക്കിവിടെ ചാമ കിട്ടുമ്പോഴേ ചാമയിൽ കല്ലുണ്ടാവാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തിയിട്ട് വേർതിരിച്ചെടുക്കുമ്പോൾ കല്ല് വേർതിരിക്കാനായിട്ട് പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം കല്ല് കുറവാണ്, കല്ലില്ല. നല്ല മെഷീനിലാണ് കുത്തിയേക്കുന്നത്. കുറച്ചുകൂടെ നല്ല മെഷീൻ കിട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുത്തിയതുകൊണ്ട് കല്ല് കുറവാണ്. ഇനി അടുപ്പത്തിടട്ടെ കേട്ടോ. ചാമയൊക്കെ ഇടുമ്പോൾ ഒന്ന് ഇടഞ്ഞു വാരി ഇട്ടാൽ നല്ലതാണ്. അഥവാ ഇനി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിൽ കിടക്കും ഇങ്ങനെ ഇടയുന്ന സമയത്ത്. കഞ്ഞി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേവാൻ ഒരുപാട് സമയം എടുക്കില്ല, വേഗം വേകും. നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. തേങ്ങ ചിരകിയതോ തേങ്ങാപ്പാലോ എന്തെങ്കിലും ഒന്ന് ചേർക്കുമ്പോൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. കുഞ്ഞിനും കഴിക്കാൻ കൊടുക്കുന്നതുകൊണ്ടേ അവന് തേങ്ങയുടെ പീരയായിട്ട് തൊണ്ടയിലിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും തേങ്ങാപ്പാൽ ഒഴിച്ച്. ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്, ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിടികല്ലിൽ വെച്ചിട്ട് ഇപ്പം തന്നെ ഒന്ന് ചതച്ചിട്ട് അങ്ങ് ഇടുവാണേ. ഇടികല്ലിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു ഇടികല്ലും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. ഈ ഇടികല്ല് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും കേട്ടോ. അവിടെയാണ് ലിങ്കുകളൊക്കെ ഉണ്ടാവുക. ഞാൻ ലിങ്ക് കൊടുക്കാം അതിൻ്റെ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നില്ല ഈ ഇടികല്ല്. പക്ഷേ ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഓൺലൈനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തിളച്ച് വരുമ്പോൾ ഇറക്കാം കേട്ടോ. കുറച്ച് കഞ്ഞിയായി തിളച്ചതായിക്കൊണ്ടിരുന്നാൽ തിളച്ച് മൊത്തം പൊങ്ങി പോവും. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിരുന്നതുകൊണ്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇറക്കും. കപ്പളങ്ങ പറിക്കാനായിട്ട് വന്നതാണേ. ഒരുപാട് മൂക്കാത്ത കപ്പളങ്ങ നോക്കി പറിച്ചെടുക്കും. ഇതിൽ പഴുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ചെനച്ചതാണെങ്കിൽ കൊള്ളില്ല. 2 കപ്പളങ്ങ എടുക്കുന്നുണ്ട്, ഒരുപാട് വലിപ്പമൊന്നുമില്ല. ഫുള്ള് വാഴച്ചപ്പാണ് ഇതിന് ചുറ്റും, അപ്പോൾ അങ്ങനെ കാണത്തില്ല. ഈ വാഴയാണ് കേട്ടോ കപ്പളത്തിന് ചുറ്റുമായിട്ട്. നമുക്കിവിടെ നിന്ന് പറിക്കാനുള്ള സ്ഥലം പോലുമില്ല, അതുപോലെയാണ് വാഴ നിൽക്കുന്നത്. അമ്മയുടെ തോട്ടിയും കൊണ്ടാട്ടോ വന്നത്. അമ്മയുടെ കാപ്പിത്തോട്ടി ജാതിക്കൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വെട്ടിക്കൊണ്ട് വെച്ചേക്കും. നല്ല നീളമുള്ള തോട്ടി, അത് തിരിച്ചു കൊണ്ട് വെക്കണം. ഇനി കപ്പളങ്ങ ആയാൽ പിന്നെ നമ്മളെപ്പോഴും ഇവിടെ ഒരു തോട്ടി വെച്ചേക്കും കേട്ടോ. ഇനി പോയിട്ട് തോരൻ വെക്കട്ടെ, സമയമായി. മുറിച്ച് കഴിയുമ്പോൾ ഒരുപാട് മൂത്തൊന്നും അല്ല കേട്ടോ. നമുക്ക് പാകത്തിന് തോരൻ വെക്കാൻ പരുവത്തിനാണ്. വലുത് ഒരു ചെറുതും ഒരു വലുതും ഉണ്ടായിരുന്നു. അപ്പോൾ വലുതാണ് ഇപ്പോൾ എടുത്തത്. തോൽ ചെത്തിയെടുക്കട്ടെ. നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് തോരൻ വെക്കാം. അപ്പോൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കണം, സമയം പോയി. അതിനുള്ള സമയം നമുക്കില്ല. വേഗം ഒന്ന് ചെത്തി എടുക്കട്ടെ. പിന്നെ നമ്മുടെ മുകളിലത്തെ പറമ്പിലേ, നമ്മുടെ പറമ്പിനോട് ചേർന്ന ഒരു പറമ്പുണ്ടേ, അവിടെ ഹിറ്റാജി വന്നിട്ടുണ്ട്. ഹിറ്റാജിയും JCB ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു കുഴി എടുക്കണം മുകളിലായിട്ട് ടാങ്കിനുള്ള. നമുക്ക് ഹിറ്റാജി വരുവാണെങ്കിൽ നമ്മുടെ 100 കിഴങ്ങൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചു നോക്കാവേ. പണി നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ ആ 100 കിഴങ്ങിൻ്റെ വഴിയിലാണ് ഇത് പോകേണ്ടത്.
മുകളിൽ പോകണം, നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ. അപ്പോൾ അവിടെ ടാങ്ക് ചെയ്താലേ നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്ത് ഇപ്പോൾ ജാതിയോ ഏലോ എന്ത് വെച്ചാലും നനയ്ക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും മുകളിൽ പോകണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും നനയ്ക്കാനായിട്ട് ടാങ്ക് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഈ സോളാർ മോട്ടർ എന്തെങ്കിലും വെക്കേണ്ടി വരും കേട്ടോ. താഴോട്ടുള്ള ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഓസിട്ടാൽ മതിയാവും നനയ്ക്കാൻ. വേണോ കപ്പളങ്ങ വേണോ? വാ ഇവിടെ വാ. ഇപ്പം എവിടെ പോയാലും പുറകെ ഉണ്ടാവും. കപ്പളങ്ങ നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണേ, കഷ്ണം കഷ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചോപ്പറാട്ടോ ബട്ടർഫ്ലൈയുടെ. ഒരുപാട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു തനുവിൻ്റെ പ്രായമെങ്കിലുണ്ടോ ഈ ചോപ്പർ. നമ്മളുടെ വീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ വാങ്ങിയ ചോപ്പറായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നല്ല മൂർച്ചയുണ്ട് ബ്ലേഡ്. ഞാൻ അതിന് മുന്നേ ഒരുപാട് ചോപ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഏതൊക്കെ ചോപ്പറുകൾ ഉപയോഗിച്ചാലും നമുക്ക് ആ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മൂർച്ചയില്ലാതെ ഇതാവുമായിരുന്നു. പക്ഷേ ഈ ചോപ്പർ മാത്രം നല്ല അടിപൊളി ചോപ്പറാണ്. ഇതുണ്ട് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടണം ആദ്യം, എന്നാലേ നമുക്കിതുപോലെ കിട്ടത്തുള്ളൂ. ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പാടായിരിക്കും. സവാളയൊക്കെ നന്നായിട്ടായേ. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് കപ്പളങ്ങയും കൂടി ഇതിലോട്ട് ഇടുക. ഇതിലോട്ട് ചതച്ച് ചേർക്കാനായിട്ടേ വെളുത്തുള്ളി, ജീരകം, കാന്താരി, മഞ്ഞൾപ്പൊടി, തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചൊന്ന് ഒതുക്കി ചേർക്കുക. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. കപ്പളങ്ങ വേഗം ചെയ്യാനും മുന്നേ പോയി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇത് ചതച്ചെടുത്ത് തേങ്ങ ഇതിലോട്ട് ചേർക്കുവാണേ. തോരനായിട്ടുണ്ട് കേട്ടോ, വെന്തു. ഇനി കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ ചാമക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത ചാമക്കഞ്ഞി. പാകത്തിന് വെള്ളമുള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളവുമില്ല. ഇനി കഴിക്കട്ടെ. ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, തേങ്ങാപ്പാലിൻ്റെയും ജീരകത്തിൻ്റെ. കപ്പളങ്ങ തോരനും വടുകപ്പുളിയും അച്ചാറും കേട്ടോ ഉള്ളത്. ചാമക്കഞ്ഞി എനിക്ക് നല്ല ഇഷ്ടമാണ്. ചാമക്കഞ്ഞിയും ഗോതമ്പ് നുറുക്കിൻ്റെ കഞ്ഞിയില്ലേ, നമ്മുടെ സാധാ കഞ്ഞിനെക്കാട്ടി ഇഷ്ടം കേട്ടോ അത്. നുറുക്കായിട്ടും നല്ല ടേസ്റ്റും തോന്നും. ഷുഗർ കുറയ്ക്കാനൊക്കെ നോക്കുന്നവർ ഒരു നേരം ചാമയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചാമ ഉപ്മാവായിട്ടോ അങ്ങനത്തേലും ആയിട്ട് കഞ്ഞിയായിട്ട് വെച്ച് കഴിച്ചാൽ എത്രത്തോളം നല്ലതായിരിക്കും എന്നറിയില്ല. പ്രത്യേകിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. പിന്നെ നമുക്ക് പ്രോട്ടീനൊക്കെ കൂടുതലാണ്. ചാമ കഴിക്കാൻ നല്ലതാണ്. റാഗി ചാമയൊക്കെ, റാഗിയിലാണ് നല്ല ഇതുണ്ട്, അയണുണ്ട്. കഴിക്കട്ടെ. ഹിറ്റാച്ചിയുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോം സ്റ്റേ പോലെ ചെയ്യാനും കാപ്പിയൊക്കെ വെക്കാനായിട്ട് സ്ഥലം നന്നാക്കിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ഒന്ന് മണ്ണ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറ സൈഡ് വലിയ കുഴിയാണ്, റോഡാണ്. അപ്പുറ സൈഡിൽ നല്ല താഴ്ചയാണ്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഹിറ്റാച്ചിയുടെ പണി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 100 കിഴങ്ങ് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലൊക്കെ ഇട്ടപ്പോൾ അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ മുകളിൽ കാണാനായിട്ട് സ്ഥലം. ഇവിടെ ഒരു വീട് പോലെ ഒരിടയ്ക്ക് വന്ന് നിൽക്കാനൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് സ്ഥലമില്ല. ഈ JCB നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ് താഴെ വലിയൊരു ഇടിച്ചില്ല, മണ്ണ് എടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥലം നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. അച്ഛനിവിടെ കവുങ്ങ് വെക്കാമെന്നൊക്കെയാണ് പറയണേ. കവുങ്ങ് കാപ്പി വെക്കണോ അച്ഛാ? അതോ കവുങ്ങ് വെക്കണം? ഇഞ്ചിയോ? കൊടി ഇതൊന്നും വെക്കുന്നില്ല, എല്ലാം പച്ചക്കറി കൃഷിയുള്ളൂ. കപ്പ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇടയ്ക്ക് കൊണ്ടുതരാവേ. കപ്പ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തണലിനൊക്കെ ആയിട്ട് നിർത്തിയത്. വേനൽ നല്ല തണുപ്പ് സമയമായി, വെയിലൊന്നും ഒട്ടുമില്ലാത്തൊരു കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ ചെടികളൊന്നും വെച്ചൊന്നും പിടിക്കുന്നൊന്നുമില്ല, നല്ല ഷെയ്ഡായതുകൊണ്ടേ. അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ.
മരം ഫുള്ള് മുറിച്ച് മാറ്റിയിട്ടോ, മൊത്തത്തിൽ മാറ്റി. റോഡിനോട് ചേർന്നായിരുന്നു നിൽക്കുന്നത്. റോഡിൻ്റെ ഒരു കട്ടിങ് ആയിരുന്നു. കട്ടിങ്ങിനോട് ചേർന്ന് ഒരു മരത്തിൻ്റെ ഒരു പകുതി ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല മഴയൊക്കെ പെയ്താണ് മണ്ണിടിഞ്ഞ് തുടങ്ങിയാൽ മരം മറിഞ്ഞു വീഴും. അതുപോലെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നിറയെ ചോലയായിരുന്നു. ചോലയായിട്ട് നിർത്തി നമ്മൾ ചോലയൊന്നും വെട്ടാണ്ട് നിർത്തിയിരുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഒരുപാട് വെയിൽ വരാതിരിക്കാനും നമുക്കൊരു വീടിന് ഇപ്പോഴൊരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പടിഞ്ഞാറിലോട്ടാണ് വീട് വരുന്നത്. പടിഞ്ഞാറപ്പം ഉച്ച കഴിഞ്ഞിട്ട് നല്ല വെയിലിങ്ങോട്ട് വരും. ഈ ഒരു മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഷെയ്ഡ് വരികയില്ല, അല്ല വെയിൽ അങ്ങനെ വരികയില്ല, എപ്പോഴും ഷെയ്ഡായിരിക്കും. നമ്മൾ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിലും ഇരിക്കാൻ നല്ല സുഖമായിരുന്നേ. പക്ഷേ അത് നിറയെ ചോലയൊന്നും വെട്ടാതെ ചപ്പ് പോലും വെട്ടാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലോട്ടുള്ള വെളിച്ചമൊക്കെ നല്ല കുറവുമായിരുന്നേ. പിന്നെ അതെന്തായാലും ഇപ്പോൾ വെട്ടി മാറ്റി. നമ്മുടെ ഇവിടുത്തെ ചെടികളൊന്നും അതുകൊണ്ടൊന്നും നന്നാവില്ല. നമുക്ക് എന്തെങ്കിലും ഇലച്ചെടികൾ വെച്ച് കൊടുക്കാമെന്നല്ലാതെ പൂച്ചെടികളൊന്നും വെച്ച് നമ്മുടെ മുറ്റത്ത് പൂവൊന്നും വിരിയത്തില്ല. വളരാനും ബുദ്ധിമുട്ടാണ്, വെയിൽ കുറവായതുകൊണ്ട്. 3 മരമായിരുന്നു ഇങ്ങനെ നിന്നിരുന്നത് ഇവിടെ. ആ 3 മരവും ഇപ്പം മുറിച്ചു കേട്ടോ. അപ്പം നല്ല വെളിച്ചവും വെട്ടമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സമയത്തൊക്കെ നല്ലൊരു ചെറിയൊരു വെയിലൊക്കെ വരും. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വെയിലേ വരില്ല. ഈ തണുപ്പ് സമയത്താകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു തണുപ്പായിരിക്കും. ഇനിയിപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിൽ വീടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ വീടും ഒന്ന് ചൂടാവാൻ തുടങ്ങും. പിന്നെ നല്ല തണുപ്പ്, എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് തണുപ്പ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അത് മുറിച്ച് മാറ്റുക. ചെടികളൊക്കെ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതൊന്ന് മുറിച്ച് മാറ്റിയേക്കുന്നത്. പിന്നെ നമുക്ക് മുറ്റത്തിൻ്റെ സൈഡല്ല, നമ്മുടെ റോഡിൻ്റെ സൈഡ് ഒന്ന് കെട്ടണം, എന്തെങ്കിലും വൃത്തിയാക്കി ഒന്ന് കെട്ടി നന്നാക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോഴൊന്നുമില്ല, എപ്പോഴേലും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ സമയമാകുമ്പോഴത്തേക്ക് ആ മരം മുറിക്കുകയും വേണം. മരം അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പലകയൊക്കെ കിട്ടും കേട്ടോ, കുഴപ്പമില്ലാത്ത മരമാണ്. അപ്പോൾ അതങ്ങനെ മുറിച്ച് മാറ്റി നമുക്കിനി പോയിട്ട് കുറച്ച് എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കാം, രസം വെക്കാം. പിന്നെ നല്ല വരാൽ കിട്ടിയിട്ടുണ്ട്, വളർത്തിയ വരാലാണ് കേട്ടോ, നല്ല വരാലാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് വറക്കുകയും ചെയ്യാം കേട്ടോ. വരാൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കേട്ടോ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊന്ന് നന്നാക്കി എടുക്കണം. ഇതുവരെ നന്നാക്കിയിട്ടുമില്ല. അത് നന്നാക്കി വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. പിന്നെ മരത്തിൻ്റെ ആ കഷ്ണങ്ങൾ തുണ്ടാക്കലും പിന്നെ അതിൻ്റെ കുറേ പരിപാടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നന്നാക്കുന്നതേ വീഡിയോ നോക്കിയിട്ടാണേ, വീഡിയോയിൽ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തെ മീൻ ഏതായാലും നന്നാക്കി ഇച്ചിരി പാടല്ലേ, വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ട പോലെയാണ് ഞാനിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ആ തിരുമ്മീൻ്റെ ഇത് കളയലാന്ന് തോന്നുന്നു പണി. ചെതുമ്പലൊക്കെ വേഗം പോകുന്നുണ്ട്. ഞാൻ നല്ല മൂർച്ചയുള്ള കത്തി നോക്കി എടുത്തേ. ചാരവും കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഉരയ്ക്ക് വേണം ചെറിയ. ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. തല മുറിച്ചിട്ടില്ല, എൻ്റെ ഉള്ളിൽ ചാരമൊക്കെ കയറിയാലോ, തല കളഞ്ഞിട്ടില്ല. ഒന്ന് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ, വഴുവഴുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറ് പോകുന്ന വരെ തേക്കണം എന്നൊക്കെയാണ് കേട്ടോ കണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളകൊക്കെ ഒന്ന് അരച്ചെടുക്കുവാണേ. മുളക് പൊടിയും കൂടെ അരയ്ക്കുന്നുണ്ട്. കുരുമുളക് പൊടിച്ചതില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി മീനിലൊന്ന് തിരുമ്മി എടുക്കാം. മസാലയൊക്കെ തേച്ച് വെച്ച് മീൻ ഇനി വറുത്തെടുക്കട്ടെ. ഇനി ബാലൻസുള്ള മസാലയും മൊത്തം മീനിൽ കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുന്നൊന്ന് മൊരിയട്ടെ നന്നായിട്ട്. മീനായി വരുമ്പോഴത്തേക്കുവേ നമുക്ക് ഈ രസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, മല്ലി, ഇഞ്ചി, കുറച്ച് കായം എടുത്തിട്ടുണ്ട്. കായം വറുത്ത് പൊടിച്ചിടാനാണ്. ബാക്കിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പുതിയ കല്ലെടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ കല്ല്. നല്ല പ്രത്യേക ഒരു ഭംഗിയിലൊക്കെ ഉള്ളൊരു കല്ലാണ്. കല്ലിൻ്റെ കുഴി കണ്ടോ, ഇങ്ങനെ ആയതുകൊണ്ടേ എന്ന് വെച്ചാൽ
സാധാരണ റൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മൂലയുണ്ടാവും, ഇതിന് മൂലയില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് എപ്പോഴും കൂട്ടി കൊടുക്കണം. നമുക്ക് കല്ല് വെച്ചിട്ട് തന്നെ ഈ സൈഡ് ഇങ്ങനെ ഇടിക്കാനായിട്ട് പറ്റും. നല്ല കല്ലാണ്. ഞാൻ അണ്ണൻ്റെ അവിടെ പോയപ്പോൾ ഇങ്ങനത്തെ കല്ലിടിച്ചപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയതേ കല്ല്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. മല്ലി ആദ്യം ചതയ്ക്കാവേ, മല്ലിയും ജീരകവും കൂടെ. ചതച്ചെടുത്തേക്കുന്ന സൈഡിലോട്ട്, ഒരു പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് വെക്കുവാണ്. ഈ കുരുമുളക് ചതയ്ക്കും. നന്നായിട്ട് ചതഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് വേറെ സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്കിഷ്ടമായി കല്ല്, അടിപൊളി കല്ല്. ലിങ്ക് കൊടുക്കാം കേട്ടോ, കല്ലിൻ്റെ ഇടികല്ലിൻ്റെ ലിങ്ക് ചോദിച്ചത്. മീനായിട്ടുണ്ടേ. കുറച്ച് ഭാഗം ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങിയായിരുന്നു. ഒരു സൈഡിൽ തീ കത്തി, ഒരു സൈഡിൽ കത്തിയില്ല. അപ്പോൾ ആ ഭാഗത്ത് ആയില്ല, ശ്രദ്ധിച്ചില്ല, അങ്ങനെ മനസ്സിലായില്ല. കണ്ടപ്പോൾ തിരിച്ചിട്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഇറക്കാനായിട്ട് പോവുകയാണേ. നമുക്ക് രസം വെക്കാം. കടുക് വറുത്തു. നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങളും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കുവാണേ. ഇത് നന്നായിട്ട് ആയിട്ടുണ്ടേ. ഇതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ചൂടാക്കിയിട്ട് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുവാണേ. കായം കൂടി ഇടുക കേട്ടോ ഇതിൻ്റെ അകത്തോട്ട്. രസമായിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാനായിട്ട് പോവുകയാണേ. കഴിക്കാനെടുത്തേ. കഴിക്കട്ടെ. രസം പുളി അധികമുണ്ട്. സാധാരണ എപ്പോഴും തക്കാളി രസം ആട്ടോ വെക്കുക. ഇങ്ങനത്തെ രസം വെക്കാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുളി മാത്രം ഇട്ടിട്ടുള്ള രസം വെക്കുന്നത്. പുളി ഒരു ലേശം അധികം ഉണ്ട്, ഇച്ചിരി ഉപ്പും കുറവുണ്ട്. ചിലപ്പോൾ ഉപ്പിട്ട പുളി ഒന്ന് ബാലൻസ് ആണെന്ന് തോന്നുന്നു. മീൻ കഴിച്ചോട്ടെ. മീൻ രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടി കഴിക്കട്ടെ. ഇനി ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സായിട്ട് കൊടുക്കുന്നത്, ഏതാ ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും എടുത്തിരിക്കുന്ന ഡ്രസ്സ് ഈ തെർമൽസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടും ഉണ്ടാവും, കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇടാനും സുഖമായിരിക്കും. ഫുൾ ടൈം ഇട്ട് കൊടുക്കും. സ്വെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലൊക്കെ ആയി കഴിഞ്ഞാൽ ചൂടായിരിക്കും, അതിട്ട് ഭയങ്കര ചൂട് തോന്നും. ഇതാകുമ്പോൾ അത്ര ചൂടും തോന്നിട്ടില്ല, ഇവർക്ക് ഇടാനും കംഫർട്ടബിളായിരിക്കും, ഒരുപാട് കട്ടി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ. തനുവിനാണെങ്കിലും ഇങ്ങനത്തെ തണുപ്പ് ഒരുപാടാവുന്ന സമയത്ത് അങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പകലൊക്കെ ഇപ്പോഴാണെങ്കിൽ വെയിലുണ്ടെങ്കിൽ പോലും വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പായിരിക്കും. കുഞ്ഞാണെങ്കിൽ മുട്ടുകുത്തി ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിന് ഇതുപോലെ തെർമൽസാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സാണേ. ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഈ തൊപ്പി ഒന്ന് താഴെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാവോ? നോക്ക്, ഒന്ന് നേരെ നിൽക്ക്. ഇക്കട പൊന്നാ, ഇക്കട തരും ഇതാ. ഓക്കെ, ഞാൻ നേരെ നിൽക്ക്. ഇത് നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ വലിയുന്ന ടൈപ്പ്. ഇതാകുമ്പോൾ വലിയത്തില്ല, അപ്പോൾ ഇതിന് വിലയും കുറവാണേ. ബ്ലാക്ക് കളറിൽ, ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ട് അതിന്. തനുവിനും കുഞ്ഞിനും ഋഷിക്കുട്ടനും ഒരേപോലെ തന്നെ വെള്ളയും കറുപ്പും. അത്യാവശ്യം അവർക്ക് ചൂടും കിട്ടും, എന്നാൽ ഒരുപാട് ചൂടും ആവത്തില്ല. പിന്നെ സ്വെറ്ററും ഉണ്ട്, പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള കുഞ്ഞ് സ്വെറ്ററുകളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും സ്വെറ്റർ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ വലിയുന്ന നോക്കിയിട്ടാണ് വാങ്ങുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് എളുപ്പം. നമ്മുടെ കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ടാണെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സാധാരണ വാങ്ങുന്ന സ്വെറ്റർ ഉണ്ട് ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നത്, അതാകുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ ഉള്ളിൽ കൂടി ഇടാൻ പറ്റത്തില്ല, അവരുടെ കൈ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെയാണ് കേട്ടോ. ഇതൊരു സ്വെറ്റർ തനിക്കുഞ്ഞിന് വാങ്ങിയതാണ്. ഇതൊക്കെ വലിയുന്ന ടൈപ്പാണ്.
ഇനി വലിയാത്ത ഭയങ്കര കട്ടിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യുക. ഇങ്ങനത്തെ കുറേ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ വീട്ടിലിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കുറേ തൊപ്പികൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം മങ്കി ക്യാപ്പാണേ. അല്ലെങ്കിൽ കുഞ്ഞൊന്നും തലയിൽ വെച്ചേക്കില്ല, അപ്പം തന്നെ എടുത്ത് കളയും. അത് പുറത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് കൂടെ പോകാനോ അല്ലെങ്കിൽ അപ്പുറത്ത് സിന്ധു ചേച്ചിയുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് കൂടുതലും വെച്ച് കൊടുക്കൽ. പിന്നെ രാവിലെ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടാകും, രാവിലെ രാത്രി ആ സമയത്തൊക്കെ വെച്ച് കൊടുക്കും. അല്ലാതെ ഉണ്ട് കേട്ടോ. അത് ഈ മങ്കി ക്യാപ്പ് തന്നെ പല അതിലുള്ള തീരെ കട്ടി കുറഞ്ഞുണ്ട്, കുറച്ചുകൂടെ കട്ടിയുള്ളതുണ്ട്, പിന്നെ നോർമലായിട്ടുള്ള ക്യാപ്പുണ്ട്. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിയതാണേ. പക്ഷെ ഇതൊക്കെ കുറച്ച് നേരം വെക്കത്തുള്ളൂ, അപ്പോഴത്തേക്ക് എടുത്ത് കളയും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ ഡ്രസ്സൊക്കെയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, അങ്ങനത്തെ ഡ്രസ്സുകളുടെ. നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലും പിന്നെ ആ സൈഡിലും മരമുണ്ട് കേട്ടോ. നല്ല വലിയൊരു മാവുണ്ട്, നല്ല മാങ്ങയാണ്. പിന്നെ നമുക്കിവിടെ പറമ്പിൽ മാവ് കുറവാണ്, ഒരുപാട് മാവൊന്നുമില്ല. പക്ഷേ ഇത് നല്ല മാങ്ങയാണ് കേട്ടോ, ചെറിയ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ പോലെ ഉണ്ടാവും. ഒരുപാട് വലുപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഒരു പഴുത്താലും നല്ല കളറൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. പിന്നെ അപ്പുറത്തെ എറുമ്പാട് നിൽക്കുന്ന 2 മരമുണ്ട്, അതെന്തായാലും മാറ്റത്തില്ല. അത് മാറ്റി നമുക്ക് പിന്നെ വെയിൽ കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് കട്ടിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ എന്തായാലും ചോലയും വെട്ടത്തില്ല, ഈ മരത്തിൻ്റെ ചോലയൊന്നും എന്തായാലും വെട്ടത്തില്ല. പിന്നെ ഇവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ പൂക്കുന്ന ചെടികളൊന്നും അങ്ങനെ പൂക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ഇലച്ചെടികളാട്ടോ ഞാൻ മൊത്തം വെച്ച് കൊടുത്തേക്കുന്നത്. ഈ ഇടയ്ക്ക് കലാത്തിയ ലൂട്ടിയ കൊണ്ടുവന്ന് ഏറ്റവും ലാസ്റ്റ് സൈഡ് വഴി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് ഞാൻ ഈ ചെടിയും കൂടെ ഒന്ന് വെക്കുവാണ് കേട്ടോ. ഇത് നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. ഇതൊന്ന് ചട്ടിയിൽ ആയിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് ഞാനിങ്ങനെ അത് പിടിക്കുമോ, നമ്മുടെ മണ്ണിൽ എങ്ങനെ പിടിക്കാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ഒടിച്ചെടുത്തിട്ട് ഇവിടെ മണ്ണിൽ നട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചതായിരുന്നു കേട്ടോ, ഇത് രണ്ടും കൂടെ. അത് ഞാൻ രണ്ടും ഇപ്പോൾ സെപ്പറേറ്റ് ആക്കി. അപ്പോൾ ഇത് ഒരു നിരയായിട്ട് ഫ്രണ്ട് സൈഡിലൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഒരുപാട് ചെടികൾ വെച്ചിട്ടുള്ള കേട്ടോ ഞാനിവിടെ. 10 മണിയോ അത് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കളയാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവിടെ നിന്ന് മാറ്റി നടും. എന്നിട്ട് ഇവിടെ ഇത് മാത്രം കലാത്തിയും പിന്നെ ഈ ചെടി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഈ ചെടി മാത്രം. ബാക്കി ഫുൾ പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ട് കേട്ടോ. എല്ലാം പറിച്ച് മാറ്റി നടാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. താഴെ മരമൊക്കെ വെട്ടി അതൊക്കെ എടുത്ത് മാറ്റിയാലേ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ നടാം. അവിടെ വെയിൽ വന്ന് അവിടെ തെളിഞ്ഞു, അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗത്തല്ലേ, അവിടെ എന്തെങ്കിലുമൊക്കെ നടാം. പക്ഷെ ഇവിടുത്തെ അവിടുത്തെ റെഡി ആക്കിയിട്ട് വേണം ഇവിടെ നിന്നെല്ലാം പറിച്ചിട്ട്. ഇപ്പം ഇവിടെ അതും ഇതൊക്കെ നിൽപ്പുണ്ട്. ഈ സമയത്ത് നടുന്നത് നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്, മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമുക്കെല്ലാം നട്ട് വെക്കാം. ബാക്കി പറിച്ച് മാറ്റാനുള്ള താഴെ റെഡിയായി കഴിയുമ്പോൾ പറിച്ച് താഴോട്ട് നടും. അവിടെ ഫുൾ അത് നട്ടു കിട്ടും ഫ്രണ്ട് വഴി. പിന്നെ ഇവിടെ ഒരു മാവിൻ ചോട്ടിൽ ഇത് ഈ ചെടിയിൽ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വിടാൻ പോവുകയാണേ. കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും മുറ്റത്ത് ചെടിയൊക്കെ നട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ആർക്ക് സമയം, ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടു പിന്നെ വീണ്ടും കാട് കയറും. കാട് വെച്ചാൽ അത് ചെടി വെട്ടിയൊന്നും വിട്ടില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനാണ് സമയമില്ലാത്തത്. കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് അടി ചേർത്തൊന്ന് മുറിച്ച് വിടുന്നുണ്ട്. നല്ല കത്തിയ വള്ളി മാത്രം ഒന്ന് മുറിച്ച് വിടുക, എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേനലായി കഴിഞ്ഞാൽ മൊത്തം ഉണങ്ങിപ്പോവും, എല്ലാം ഉണങ്ങി വാടി കരിഞ്ഞ് നനച്ച് കൊടുത്താലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മഴ പെയ്യുന്ന പോലെ. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നന്നായിട്ട് നിൽക്കും. വേനലാവുമ്പോഴാണ്. സ്ക്വയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മാവിൻ്റെ ചുവട്ടിൽ. പിന്നെ ഈ പായലും പുല്ലും ഒക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഒരു പായൽ പോലത്തെ ചെടി നിറയെ ഉണ്ടാവും ഇവിടെ. അത് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വെയിലടിക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നു. വെയിലുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെയില്ല. ഇപ്പം മാവും വലിയ മാവും പിന്നെ ഈ ചെറിയ മാവും അങ്ങനെ ആയിട്ടേ നല്ല കട്ടിക്കട്ടെ ഇതിൻ്റെ അകത്ത്. കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അച്ചാറിടാവേ. ഒരു നമ്മൾ സാധാ അച്ചാറിടുന്ന പോലെ അല്ലാതെ കുറച്ച്
വ്യത്യസ്തമായിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു അച്ചാർ വാങ്ങിയ സമയത്ത് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് അച്ചാറിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ടപ്പോൾ. നമ്മൾ സാധാരണ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് മൂപ്പിച്ചിട്ട് ആണ് അച്ചാറിടുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ചാറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കാം കേട്ടോ. രണ്ടിലേക്ക് തന്നെ കാണുള്ളൂ മീനെ. കായ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇത് കായ ഏതാണ്ടായിട്ടുണ്ട്, ഇനി എടുക്കുക. മീനിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും തിരുമ്മി വെച്ചേക്കുന്ന മീനാണ്. ഒരുപാട് എണ്ണയൊന്നും എടുക്കുന്നില്ല, നല്ല എണ്ണ തന്നെ. അതിന് ആയി വരുന്ന സമയത്ത് പയ്യെ നമുക്ക് പൊട്ടാത്ത പോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാവേ. ഇളക്കി ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ. കിടന്നാവട്ടെ. നമ്മൾ മീൻ വറുക്കാനായിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് തുടങ്ങിയാലും കുറച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം മീനൊന്ന് ആയി വന്ന സമയത്ത് കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്തു. എണ്ണ കുറവായുമ്പോൾ അപ്പം നല്ല ഇതിൽ തന്നെ കടുക് വറക്കുകയും ചെയ്യാമല്ലോ. അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വറുത്ത് വെക്കുന്ന ഇതൊട്ടൊന്നും കേടും വരത്തില്ല. പിന്നെ നമുക്ക് ഇനി ഇപ്പോൾ ഭയങ്കര ബലമായിരിക്കും, പക്ഷെ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് അത് പാകത്തിനാവും കേട്ടോ. കുഴഞ്ഞ പോലെ ഒന്നും ഇരിക്കത്തില്ല ഇങ്ങനെ വറുത്തെടുത്ത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇടുന്നത്. ഇത് അരച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി, മീനിൻ്റെ ഗ്രേവി കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ടൊന്ന് പേസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുവാണേ. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി ആദ്യമേ നമ്മൾ ഇട്ടതാണ്, അതുകൊണ്ട് ഒരുപാട് ഇടുന്നില്ല. ഇതിലോട്ട് വിനാഗിരി ഒഴിക്കുകയാണേ. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീനും കൂടി ഇടുവാണേ. ഇതിലോട്ട് കായം പൊടിച്ചതും കൂടെ ഇടുവാണേ, വറുത്ത് പൊടിച്ച കായപ്പൊടിയും കൂടെ. അപ്പോൾ നല്ല ചാറുണ്ട്, പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് മീൻ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ചാറൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകി കേട്ടോ. ഇനി ഒന്ന് ഇത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു കറക്റ്റ് പരുവാവും. 2 ദിവസം കഴിയുമ്പോൾ മീനച്ചാർ സെറ്റാവും. അത് നമുക്ക് പിന്നെ ഇതിലൊന്നും മീൻ കഷ്ണത്തിന് അത്യാവശ്യം ഉപ്പ് എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്, നമ്മളത് തിരുമ്മി വെച്ചേക്കുന്നതുകൊണ്ട്. പക്ഷെ എന്നാലൊന്ന് മൊത്തത്തിലൊന്ന് പുളിയൊക്കെ പിടിച്ച് വരണമെങ്കിൽ 2 ദിവസം കഴിയും. ഫുൾ സെറ്റാവും മീനച്ചാർ. കപ്പളങ്ങ മുറിച്ചെടുത്തേ കഴിക്കാനായിട്ട്. പല്ലിയറ വീട്ടിലിപ്പോൾ കപ്പളങ്ങ ആയിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. ഒരു 3 കപ്പളങ്ങ, അത് വലിയ കപ്പളങ്ങയായിരുന്നേ. അന്ന് നമ്മൾ പോയപ്പോൾ ആത്തയ്ക്ക് പറിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയപ്പോഴും കൊണ്ടുവന്നു കേട്ടോ. കപ്പളങ്ങ ഉള്ളും കഴിക്കുന്നത് ഞാനായിരിക്കും. മിക്കവാറും വൈകുന്നേരത്തെ സമയത്തൊക്കെ ഭക്ഷണത്തിന് പകരം കപ്പളങ്ങയൊക്കെ ആയിരിക്കും കഴിക്കുക. നമ്മുടെ ഇവിടെ താഴെ കപ്പളത്തിന് ചെറിയ കപ്പളങ്ങ, മൂത്തിട്ട് പോലുമില്ല. പിന്നെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നല്ല കളറായാലേ കുറച്ചെങ്കിലും നമുക്ക് കടിക്കാൻ പറ്റത്തുള്ളൂ. പോലെ ഭയങ്കര കട്ടിയാണ്. കട്ടി എന്ന് പറഞ്ഞാൽ കടിച്ച് പുറമേയൊക്കെ നല്ല കളറായിരിക്കും, മുറിച്ച് കഴിഞ്ഞാൽ കടിക്കാനേ പറ്റത്തില്ല. ഭയങ്കര കട്ടിയുള്ള, ഇന്ന് പഴുത്ത നല്ല മധുരമാണ്. ഇത് ചെറിയൊരു കളറാകുമ്പോഴത്തേക്ക് നല്ല പോലെ പഴുത്ത പോലെയാവും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കപ്പളങ്ങേനെക്കാട്ടി ഇഷ്ടം അങ്ങനത്തെ കേട്ടോ, കടിക്കാൻ പറ്റുന്ന പോലത്തെ.
കപ്ലങ്ങ കഴിച്ചിട്ട് കുളിക്കാനായിട്ട് പോവുക. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹിറ്റാച്ചി മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നൂറാങ്കിഴങ്ങ് മാന്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മാന്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ കാട് വെട്ടി തെളിച്ചപ്പോൾ നമുക്ക് നൂറാങ്കിഴങ്ങിൻ്റെ വള്ളി കിട്ടി. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണേ. അവിടെ ഫുള്ള് കാടാണ്. കുറേ വള്ളികൾ ഇങ്ങനെ കയറി ചുറ്റിയേക്കും. അതിൻ്റെ അകത്ത് നൂറാങ്കിഴങ്ങിൻ്റെ വള്ളി കാണിച്ചാൽ കാണത്തില്ല. ഒരുപാട് കാട്ടുവള്ളികളൊക്കെ ആയിട്ട് നിൽക്കുവാണേ. ഒരു ഭാഗത്ത് ഒരു മരം കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഈ നൂറാങ്കിഴങ്ങിൻ്റെ വള്ളിയിൽ ചെറിയൊരു മുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ നൂറാങ്കിഴങ്ങിൻ്റെ വള്ളി പോലെ തന്നെ ഒരുപാട് വള്ളികളുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും, ഇത് നൂറാങ്കിഴങ്ങാണോ എന്നൊക്കെ തോന്നും. ഈ മുകളിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചില ചേച്ചിമാർക്ക് ഇത് കറക്റ്റ് അറിയാൻ കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തന്നു നൂറാങ്കിഴങ്ങിൻ്റെ വള്ളി. ഇതിലൊരു പൂവൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പൂ വന്ന സമയത്തായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചി പറഞ്ഞു പൂ ഒന്ന് പോയി വള്ളി വാടി തുടങ്ങും പറിച്ചാൽ മതി എന്നുള്ളത്. ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇനി മാന്തി എടുക്കണം. ഇതിനകത്തൊരു കുഞ്ഞ് നമ്മുടെ കാച്ചിലേക്ക് വള്ളി പോലെ തന്നെ ചെറിയൊരു കായൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. തേക്ക് മുള്ളുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മുള്ളുകൾ. പിന്നെ മൂത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിൻ്റെ പൂവായിരുന്നു കേട്ടോ. മൂത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പൂവാണ്. ഈ പൂ മഞ്ഞ കളറായിരുന്നപ്പോഴായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടോ കുഞ്ഞ് കാകളുണ്ട് ഇതിൻ്റെ അകത്ത്. വള്ളിയിൽ കാച്ചിലേക്ക് കാ പോലത്തെ കുഞ്ഞ് കാകൾ. ഹിറ്റാച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ താഴെ കൂടെ റോഡുണ്ട്, അത് ഫുള്ള് കാട് കയറി കിടക്കും. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ആട്ടോ മുകളിലോട്ട് വരുന്നത്. നമ്മുടെ നൂറാങ്കിഴങ്ങ് ദേ ഇവിടെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് മാന്തി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അത് നല്ല താഴ്ത്തി മാന്തി എടുക്കണമായിരുന്നേ. അപ്പോൾ നല്ല താഴ്ത്തി ഒരുപാട് മാന്തി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് കഷ്ണമായിട്ട് മുറിഞ്ഞ് കിട്ടി, മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് താഴോട്ട് ഉണ്ടോയെന്നൊന്നും മനസ്സിലായില്ല. നല്ല മാക്സിമം മാന്തി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ മുകളിലോട്ട് ഹിറ്റാച്ചി പഴയ റോഡായിരുന്നു അവിടെ, അത് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മുകളിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഇനി കിഴങ്ങൊക്കെ ഒന്ന് പോയി കഴുകിയിട്ട് വരാവേ. കിഴങ്ങൊന്ന് കഴുകിയെടുക്കാൻ തോട്ടിലേക്ക് വന്നാണേ. നിറയെ മണ്ണുണ്ടായിരുന്നു. മഴയൊക്കെ ഒന്ന് ചാറിയിട്ടേ നല്ലാണ്ടങ്ങ് ഇരുണ്ടു. കാലാവസ്ഥയൊക്കെ പെട്ടെന്നങ്ങ് ഇരുട്ടായതുപോലായി. ഹിറ്റാച്ചി മുകളിൽ പണിയുന്നുണ്ട്. നമ്മളൊന്ന് കഴുകി ഇതെടുത്തിട്ട് കൊണ്ടുപോയി പുഴുങ്ങാം. സാധനങ്ങൾ താഴെ കൊണ്ട് വെക്കാണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കിഴങ്ങും കൂടെ കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചായിരുന്നു. ഈ നൂറാങ്കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധി പോലെ കിട്ടുന്ന സംഭവം കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും ഇത് കിട്ടത്തില്ല. പറമ്പുകളിലാണെങ്കിലും കൃഷികളൊന്നും ചെയ്യുന്നിടത്തുണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ പറമ്പിൽ തന്നെ ഈ ഇത്രയും വലിപ്പം കുറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ തീ കയറിയിട്ടേ പോയിട്ടുണ്ടായിരുന്നു, മൊത്തം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കിഴങ്ങ് കിട്ടണ്ട, മൊത്തം അവിടെ പോയതുകൊണ്ടാണ്. അങ്ങനെ ചെറിയൊരു മധുരമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കും പറയാം എത്രത്തോളം മധുരം ഉണ്ടെന്നുള്ളത്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് കിട്ടാതെയായി. പറമ്പിൽ കൃഷികളൊക്കെ ഒരുപാടായി. പിന്നെ അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ നമുക്ക് കിട്ടുന്നതും കുറവായിട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ പോയി മാന്തി എടുത്ത് വന്ന് പുഴുങ്ങൽ. നമ്മളതിനായിട്ട് മെനക്കെട്ട് പോകണം. ഇത് മാന്തി എടുക്കൽ ഭയങ്കര മെനക്കേടായതുകൊണ്ടേ മാന്തി എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഹിറ്റാച്ചി വരാമെന്ന് വരുന്ന കാര്യം പറഞ്ഞത്. പിന്നെ എന്നാൽ ഹിറ്റാച്ചി എന്നാൽ മാന്തി നമുക്ക് എളുപ്പം കിട്ടുമല്ലോ. ചിലപ്പോൾ അതിൻ്റെ അടിയിലോട്ട് ഇനി ഉണ്ടായിരുന്നോന്ന് അറിയില്ല. നമുക്കത് കറക്റ്റ് മണ്ണിങ്ങനെ മാന്തി എടുക്കുമ്പോൾ അറിയത്തില്ല കേട്ടോ അത് എത്രത്തോളം ഉണ്ട്. പക്ഷെ നല്ല താഴ്ചയിൽ പോയിട്ടാട്ടോ ഇത്രയും കിഴങ്ങ് തന്നെ കിട്ടിയത്. നമ്മൾ മാന്താൻ നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും അത്രയൊന്ന് മാന്തി എടുക്കുകയാണെങ്കിൽ. നൂറാങ്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മധുരം ഒന്നും പോവാതിരിക്കാനാണ് ആവിയിൽ വേവിക്കുന്നത്. എൻ്റെ വേരൊക്കെ അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. നൂറാങ്കിഴങ്ങ് ചുട്ട് തിന്നണം, അപ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ അമ്മയൊക്കെ പറയാറേ. നമുക്ക് ചുട്ടുന്നൊന്നുമില്ല, ഒന്നാമത് മുറിച്ച പോലെ നമ്മൾ ഒന്ന് വേവിക്കാൻ വേണ്ടി മുറിച്ച പോലെയാണ് ഹിറ്റാച്ചി വെച്ച് നമുക്ക് തോന്നിയപ്പോൾ തന്നെ കിട്ടിയത്. ചുടാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്, ഒരു ഓർഡർ വന്നതേ. പാതിരാത്രിയൊക്കെ വന്നിട്ട് നമ്മൾ വാട്സപ്പിൽ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ പാക്കിങ്ങിനും ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര പണിയാണ്. ഒരു ട്രെയിൻ മാത്രമാണെങ്കിൽ പോലും അത് ഫുള്ള് പാക്ക് ചെയ്ത് അഡ്രസ്സ് ഒക്കെ പ്രിൻ്റ് ചെയ്തെടുത്ത് ഒട്ടിച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് സമയം പോകും. നമുക്ക് കുറേ ഓർഡറുണ്ട്. അപ്പം അത് കുറേ ചെയ്യുന്ന പകലൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് എന്താ എഴുതാനറിയാത്ത ബാ. അപ്പോൾ കുറേ ഇനിയിപ്പോൾ ഇരുന്ന് പാക്ക് ചെയ്യണം ഞങ്ങൾക്ക്. ഇത് വലിയ പെൻസിൽ എവിടെ നിന്നാണ് കിട്ടിയ? അമ്മ ചെറിയ പെൻസിലല്ലേ തന്നത്? എന്തിന് ഇത്രയും വലിയ പെൻസില്? ഏത് കുട്ടികൾ കണ്ട് പേടിക്കാൻ? എഴുത് നോക്കട്ടെ.
എന്താ എഴുതാൻ അറിയാൻ നോക്കട്ടെ. ഞങ്ങൾ എഴുതുക. ഇതേത് അക്ഷരം? ബി. ഇനി സി എഴുത്. അത് ഡി. ഇത് സി. ഇത് ഡി. ഇത് ഈ. കുറച്ച് കാന്താരി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചമ്മന്തി എഴുന്നടിച്ചെടുക്കാനായിട്ടാണേ. പച്ച കുഞ്ഞി കാന്താരിയും ഉണ്ട്, ഇതിൽ വെള്ള വലിയ കാന്താരിയും ഉണ്ട് കേട്ടോ. രണ്ടും കൂടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ വെള്ള കാന്താരി എന്ന് പറയുമ്പോൾ നല്ല മൂത്ത കാന്താരിയും മറ്റേ കാന്താരി കുഞ്ഞിതായതുകൊണ്ട് കേട്ടോ വെള്ള കാന്താരിയും കൂടെ എടുത്തത്. പിന്നെ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ചമ്മന്തി ഇടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉരുകുന്നുണ്ട്, അല്ല ഉറച്ചിരിക്കുകയായിരുന്നു. ഉരുകാൻ വേണ്ടി അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കുമായിരുന്നു. ഉരുകിയിട്ടുണ്ട്. ചമ്മന്തി റെഡിയായി. ഇപ്പോൾ വെന്തിട്ടുണ്ടേ, ഒന്ന് തുറന്ന് നോക്കാം. നല്ല ആ തോലൊക്കെ അങ്ങോട്ട് പൊട്ടി വിരിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് എടുത്തിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഇന്ന് കാന്താരിയിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല 100 ഇതായി 100 കിഴങ്ങെന്ന് പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ മധുരമൊക്കെ ആയിട്ട്. ഇതിന് ചൂടാ. ഇത് കാന്താരിയിൽ മുക്കിയത് കഴിക്കട്ടെ കേട്ടോ. ഇപ്പോൾ കുറേ പാക്ക് ചെയ്ത് കണ്ടിട്ട് ഇവിടെ പിന്നെ ഒരു സൈഡിൽ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എടുത്തൊക്കെ കൊടുക്കും. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നതിപ്പോൾ. ഞങ്ങളിനി ഒരു 10-20 എണ്ണമൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. കുറേ പാക്ക് ചെയ്തു. ഇതൊക്കെ ഇനി പാക്ക് ചെയ്തിട്ട് നമുക്ക് കിടക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.